Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. എൻ്റെ പുഴകളുടെ താളമിന്നെവിടെ പുഴകളിഴയുന്നു ദീനതയോടെ എൻ്റെ മലകളുടെ ഹരിതമിന്നെവിടെ മലകൾ വീഴുന്നു വേദനയോടെ എൻ്റെ മക്കളുടെ സ്നേഹമിന്നെവിടെ മക്കൾ വീഴുന്നു ലഹരിയോടെ എൻ്റെ മക്കളുടെ സ്നേഹമിന്നെവിടെ മക്കൾ വീഴുന്നു ലഹരിയോടെ മാലിന്യം തെന്നിത്തെറിക്കുന്നതിന്നെവിടെ ഭൂമി വിതുമ്പുന്നു രോഗമോടെ സ്നേഹസേവനം സാന്ത്വനമാകുമ്പോൾ ഇവിടെ എത്ര നാളുകൾ ഇനിയും എത്ര നാളുകൾ ശുദ്ധമായൊന്നും ലഭിക്കാതെ നാം ഇവിടെ മൃതപ്രായരാകും ദിനങ്ങൾ എണ്ണിയിടുക ഒരു കൊടുങ്കാറ്റായി മഴയായി പ്രളയമായി ജീവത്താളം നിലയ്ക്കുവാൻ ഒരു കൊടുങ്കാറ്റായി മഴയായി പ്രളയമായി ജീവത്താളം നിലയ്ക്കുവാൻ നിമിഷങ്ങൾ മാത്രം നിമിഷങ്ങൾ മാത്രം നിമിഷങ്ങൾ നിമിഷങ്ങൾ മാത്രം. വാസുട്ടിയോ? വാസുട്ടി ഇതെന്താ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട് മുതലാളി, നല്ലോണം കുടിച്ചിട്ടുണ്ട്. എന്തിന്? എന്താ എനിക്ക് പറ്റിയത്? എന്നോട് ക്ഷമിക്കണം മുതലാളി. ഞാൻ നിറച്ചു വെച്ചിരുന്ന പ്ലാസ്റ്റിക് കുപ്പികളും പഴയ സാധനങ്ങളും അടങ്ങുന്ന ചാക്ക് കാണാനില്ല. ഞാൻ വേലായതിനോട് കണ്ടിരുന്നോന്ന് ചോദിച്ചു. അതിന് നീ എന്നെ കള്ളനാക്കാടാന്ന് പറഞ്ഞു എന്നെ ഒരുപാട് തല്ലി മുതലാളി. വാസൂട്ടിയെ നീ പോയിക്കോ, മൂപ്പര് ഒരു വൈക്ക് ഇറങ്ങിയതാ. താൽപരാന്തി പിടിച്ച എന്നെ കണ്ടു പോയാലേ പോകുന്നിടത്ത് തെക്കും വടക്കും കിട്ടൂല. നീ പോയിക്കോ വാസൂട്ടിയെ. കുൽസു വേണ്ട, ഓനെ ആട്ടി ഇറക്കണ്ട. ഓൻ പഴയ സാധനം പൊറുക്കി ജീവിക്കുന്നവനാണെങ്കിലും അന്തസ്സുള്ളവനാ. ഇപ്പൊ ഒരേലെ രംഗത്തെ പോലെ. എന്നാലേ ഇപ്പൊ ഒരേല് ഭ്രാന്തന്മാരെ കേറ്റി ഇതൊരു ഭ്രാന്തജയിലാക്കണ്ട. സാരല്ല മുതലാളി, എന്റെ അച്ഛനമ്മ മരിച്ച പിന്നെ നിങ്ങൾ രണ്ടാളെയും കണ്ടത് എന്റെ അച്ഛനമ്മനെ പോലെ തന്നെയാ. വാസുട്ടി ആരും ബുദ്ധിമുട്ടിക്കില്ല മുതലാളി. വാസുട്ടി കുടിച്ച തെറ്റാണെങ്കിൽ
എന്നോട് ക്ഷമിക്കണം മുതലാളി. അനക്കിപ്പോ സമാധാനമല്ലോ അല്ലേ? മുതലാളി ക്ഷമിക്കണം, ക്ഷമിക്കണം മുതലാളി. ആ കെടുത്താളി, അതൊന്നും വെള്ളത്തിൽ വീത്തല്ലേ. നിങ്ങളെന്തൊക്കെ നോക്കുന്നേ? നിങ്ങളെന്താ ചെയ്യുന്നത് നോക്ക. ഞാനിതൊക്കെ ചാക്ക് പെറുക്കി നിറച്ച് ഇവിടെയൊക്കെ വൃത്തിയാക്കുക. ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. അപ്പോ നിങ്ങളെപ്പോലെ പലരും ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾക്കും പെറുക്കണമെന്നുണ്ടോ? ഈ പുഴയോരത്ത് മുഴുവനും ഇത് തന്നെയാ. അല്ല, കാരണവരെവിടുന്ന? ഞാൻ അങ്ങനെ വന്നു. ഈ പുഴയോരത്ത് ഇത്തിരി നേരം കാറ്റുകൊണ്ടിരിക്കാമല്ലോ എന്ന് കരുതി. ഇവിടെ എവിടെ ഇരിക്കാനാ കാരണവരെ? ഇവിടെ ഇരിക്കാതെ ഇടം വേണ്ടേ? ഈ പുഴയോരത്ത് ഒന്നിരിക്കാൻ പോലും ഇടമില്ല അല്ലേ? മുമ്പ് ഈ പരന്നു കിടന്ന മണലിൽ ഒരുപാട് രാത്രികൾ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. അന്നെനിക്ക് പേടി തോന്നിയില്ല. ഇന്നെനിക്ക് പേടി തോന്നുന്നു. ഇരുട്ടിന്റെ മറവിൽ ആരോ തള്ളി നീക്കുന്ന അറവുശാലയുടെ മാലിന്യങ്ങൾ. രാത്രിയായാൽ ആ മാലിന്യങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന നായയുടെയും കുറുക്കന്റെയും ശബ്ദങ്ങളാണ് ഇന്നെന്നെ പേടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ ഇവിടെ ആരും വന്നിരിക്കാത്തത്. ഇവിടുത്തെ കാറ്റ് കൊണ്ട പല അസുഖങ്ങളും വരും. ശരിയാ, ഇവിടെ മുഴുവനും മാലിന്യങ്ങളാ. ഇവിടത്തെ കാറ്റിന് ചീഞ്ഞു നാറുന്ന ശവങ്ങളുടെ ഗന്ധമുണ്ട്. കാരണവരെവിടെയാ? അതാ അങ്ങ് ദൂരെ ആ പുഴയോരത്ത് ഒരു കുടിലി വെച്ച് കെട്ടി അവിടെയായിരുന്നു എന്റെ താമസം 10-35 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഈ പുഴയെ സ്നേഹിക്കുകയും അതിനെ പരിചരിക്കുകയും ചെയ്തവനാ ഞാൻ. ഈ പുഴയിലെ ചളി കൊണ്ട് പുഴയോരങ്ങളെല്ലാം തേച്ചു മിനുക്കി അതിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഞാനും എന്റെ കുട്ടികളും കുടിച്ചും കുളിച്ചും കളിച്ചും കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതറിയോ നിനക്ക്? ആ കാലൊക്കെ കഴിഞ്ഞു കാരണവരെ. ഇത് പുതിയ കാല, കുപ്പിവെള്ളത്തിന്റെ കാലം. ശരിയാ, കുപ്പിവെള്ളത്തിന്റെ കാലം. വെള്ളം കാശ് കൊടുത്ത് വാങ്ങുന്ന കാലം അല്ലേ? മാലിന്യങ്ങളെ കൊണ്ട് നമ്മളെ പുഴ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ പുഴയെ
വൃത്തിയാക്കാൻ കഴിയാത്ത വിധം വൃത്തികേടായി പോയി. എന്താ ചെയ്യ? വൃത്തികേടായതല്ല, വൃത്തികേടാക്കിയതാ. ഈ പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് നീന്തി കളിക്കുന്ന മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇന്ന് വെള്ളത്തിനൊഴുകി നടക്കാനുള്ള സ്ഥലമില്ലാതെ വെള്ളം നട്ടം തിരികെയാ. എത്ര മത്സ്യങ്ങളാ ഈ ചീഞ്ഞു നാറുന്ന പുഴയിൽ ജീവിക്കാൻ കഴിയാതെ ചത്തുപൊന്തുന്നത്. ഈ പുഴയിലെ മത്സ്യങ്ങളെ പിടിച്ച് ഉപജീവനം കഴിച്ചിരുന്ന ഒട്ടനവധി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. അവരൊക്കെ ദേശാടന പക്ഷികളെ പോലെ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ പല സ്ഥലങ്ങളിലേക്കായി ഇര തേടിപ്പോയി. പാവം പുഴ അവരെയും കാത്തിരിക്കുക. എന്നെങ്കിലും ഒരു ദിവസം അവർ തിരിച്ചു വരുമെന്ന് കരുതി. ആര് വരാനാ കാരണവരെ? ഈ പുഴയെ സ്നേഹിച്ചവരുണ്ടായിരുന്നു. അവരെല്ലാം എന്നേക്കുമായി ഈ ഭൂമി വിട്ടുപോയി. ഇന്നിപ്പോ ഇവിടെ ഉള്ളവർക്ക് അതൊന്നും നന്നാക്കാനുള്ള സമയമില്ല. അവർക്കൊന്നും അത് നന്നാക്കാനുള്ള സമയമുണ്ടാവില്ല. അവരൊക്കെ തിരക്കിലാ. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നുപോകുന്നു എല്ലാവരും. ആ കാരണവരെ, സമയം കുറയായി, ഞാൻ പോട്ടെ. ആ, ഇവിടുത്തെ കാറ്റിന് ചീഞ്ഞു നാറുന്ന ശവങ്ങളുടെ ഗന്ധമുണ്ട്. എന്റെ പുഴകളും നദികളും തോടുകളുമെല്ലാം നശിച്ചുകൊണ്ടേയിരിക്കുന്നു.
അമ്മ എന്തിനാ കരയുന്ന അമ്മ? പറയമ്മ, പറ. ഒന്നുമില്ല മോനെ. അമ്മ വെറുതെ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ചു പോയതാ. അമ്മേ, ഡൽഹിയിലെ മലയാളി സമാജം ഒരു കവിതാ രചനാ മത്സരം നടത്തുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ കവിത ഒന്ന് അയച്ചു കൊടുക്കട്ടെ? എനിക്കതിന് ഫസ്റ്റ് കിട്ടും. മോനെ, നിന്റെ ആഗ്രഹം കൊള്ളാം. നമ്മളെ പോലുള്ളവരൊക്കെ ആര് ശ്രദ്ധിക്കാന്? ഇവിടെ പണവും പ്രതാപവും ഉള്ളവരെ ശ്രദ്ധിക്കാനല്ലേ ആളുള്ളൂ. മോനെ, കിട്ടാവുന്നതേ ആഗ്രഹിക്കാവൂ. എത്താത്ത കൊമ്പിന് നേരെ കൈ നീട്ടരുത്. എന്റെ കവിതയ്ക്ക് സെലക്ഷൻ കിട്ടുന്നേ എനിക്ക് ഉറപ്പുണ്ടമ്മേ. അതുകൊണ്ട് ഞാൻ അയച്ചു കൊടുക്കട്ടെ? എങ്ങനെ അയച്ചു കൊടുക്കാനാ മോനെ? അതിനും വേണ്ടേ പണം? ഇന്നലെ തന്നെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് മരുന്ന് കടം വാങ്ങിയതല്ലേ. ഇതെന്റെ ഒരു ആഗ്രഹം അമ്മേ. എങ്ങനെങ്കിലും എന്റെ അമ്മ അതൊന്ന് സാധിച്ചു തരണം. ആരുമില്ലാത്ത നമുക്ക് ദൈവം ഉണ്ടാവും അമ്മേ. അമ്മേ, ഫസ്റ്റ് കിട്ടിയ 1,00,000 രൂപയാ സമ്മാനം. അത് കിട്ടിയ എന്റെ അമ്മയുടെ കഷ്ടപ്പാടെല്ലാം തീരും. എന്താ അമ്മയും മോനും കൂടി എന്തിനുള്ള പുറപ്പാടാണല്ലോ? ഞാൻ പറയത്തമ്മേട്ടാ, ഡൽഹിയിലെ മലയാളി സമാജം ഒരു കവിതാ രചനാ മത്സരം നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഈ കവിത ഒന്ന് അയച്ചു കൊടുക്കട്ടെ എന്ന് പറയനി. തീർച്ചയായും നീ അയച്ചു കൊടുക്കണം. നിന്റെ കവിതകൾ ഒരുപാട് വായിച്ചിട്ടുള്ളവനാ ഞാൻ. നിന്റെ കവിതയിലെ വരികൾ, വാക്കുകൾ, ചിന്തകൾ എല്ലാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. ഉത്തമ, ഇവിടുത്തെ അവസ്ഥ നിനക്ക് അറിഞ്ഞൂടെ? നിങ്ങളൊക്കെ സഹായം കൊണ്ടാ ജീവിച്ചു പോന്നത് തന്നെ. ഇത് അവന്റെ ഒരു ആഗ്രഹമല്ലേ, തീർച്ചയായും അവനത് അയച്ചു കൊടുക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യേ. ഇന്നലെ മരുന്ന് വാങ്ങിയോ? മരുന്ന് കഴിക്കണം, നിർത്തിക്കളയരുത്. ഉത്തമേട്ടാ, ഞാൻ കാരണം എന്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെടുന്നറിയോ? എനിക്ക് മരുന്ന് വാങ്ങണം, വസ്ത്രം തരണം. കൈക്കും കാലിനും സ്വാധീനമില്ലാത്ത എന്നെ കുളിപ്പിക്കാനും വസ്ത്രം മാറാനൊക്കെ എന്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെടുന്നറിയോ? അതൊക്കെ കാണുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉത്തമേട്ടാ. എന്റെ അമ്മ ഒന്ന് ഉറങ്ങുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല ഉത്തമേട്ടാ. അമ്മ ഉറങ്ങാത്ത വീടാ ഉത്തമേട്ടാ ഇത്. പക്ഷേ നിന്നെ കുളിപ്പിക്കാനും നിനക്ക് മരുന്ന് വാങ്ങാനും നിനക്ക് വസ്ത്രം മാറാനും നിന്റെ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ ബാലു. മറ്റാർക്കും അതിന് കഴിയില്ല. ഉത്തമേട്ട, എന്ന് തൊട്ട് തുടങ്ങിയതാ എന്റെ അമ്മയുടെ കഷ്ടപ്പാട്. ഇത് തീരുമോ? അതുകൊണ്ടാണല്ലോ നമ്മൾ ക്ലബിന്റെ പ്രവർത്തകന്മാരെല്ലാവരും ചേർന്ന് കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റി നീ എഴുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് നിനക്കും നിന്റെ അമ്മയ്ക്കും സുഖമായി കഴിയാമല്ലോ. ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഉത്തമ, ചായ കുടിക്കേ. ഞങ്ങൾക്ക് വേണ്ടി നീ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. മരുന്നിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഒരുപാട് കാശ് ഞാൻ നിന്നോട് കടം വാങ്ങിയിട്ടുണ്ട്. ബാലു, നീ നിന്റെ കവിത മത്സരത്തിന് അയച്ചു കൊടുക്കണം. അതിനുള്ള ക്യാഷ് ഞാൻ തരാം. ഫസ്റ്റ് കിട്ടുന്നേ എനിക്ക് ഉറപ്പുണ്ട് ഉത്തമേട്ടാ. എന്റെ മനസ്സ് പറയുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടുന്നേ. കിട്ടട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്താ പോരെ? ആ, ഇത്തിരി വെള്ളം തരോ, കുടിക്കാനാ. ദാഹം, വല്ലാത്ത ദാഹം. കാരണവർ എവിടുന്നാ വരുന്നത്? ഞാൻ ആ പുഴയോരത്ത് ഒരിത്തിരി നേരം കാറ്റുകൊണ്ടിരിക്കാമല്ലോ എന്ന് കരുതി. അവിടെ മുഴുവനും മാലിന്യങ്ങളാ. അവിടുത്തെ കാറ്റിന് ചീഞ്ഞു നാറുന്ന ശവങ്ങളുടെ ഗന്ധമുണ്ട്. ഒരർത്ഥത്തിൽ നമുക്ക് ചുറ്റും മാലിന്യങ്ങൾ.
ഒരിക്കലും നീക്കിക്കളയാൻ പറ്റാത്ത വിധം മനസ്സിനകത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യം. ഇതാണ് കാരണവരെ ആദ്യം നീക്കിക്കളയേണ്ടത്. ശരിയാ, ആദ്യം നീക്കേണ്ടത് അത് തന്നെയാ. മനസ്സിനകത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ. പണത്തിന്റെ ആർത്തി കൊണ്ട് വലിയ വലിയ മലകളും പുഴകളും നദികളും തോടുകളുമെല്ലാം അടിച്ചു നിരപ്പാക്കിയില്ലേ നിങ്ങള്? അപ്പോ ആരെങ്കിലും ഓർത്തോ ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച്? പ്രകൃതി ക്ഷോഭിച്ചപ്പോ അതൊരു വലിയ പ്രളയമായി മാറി. ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത പ്രളയം. എത്രയെത്ര ജീവനാ പ്രളയം കൊണ്ടുപോയത്. എന്നിട്ടും തീരാറായില്ലടൂ നിന്റെ പണത്തോടുള്ള യാർത്തി. എന്താ പേര്? ഞാൻ ഉത്തമൻ. ഇത് ബാലു. ഇത് ബാലുവിന്റെ അമ്മ. ദാഹമാണ് കുട്ടി എന്നെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുമായി ഒന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞു. സന്തോഷായി. നിങ്ങൾ ആരാന്നറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഞാനൊരു വഴിപോക്കൻ, ആർക്കും വേണ്ടാത്തവൻ, വയസ്സായി കണ്ണും കാതും കേൾക്കാത്തവൻ. ഒരർത്ഥത്തിൽ ഞാനും ഒരു മാലിന്യമാ, ആർക്കും വേണ്ടാത്ത മാലിന്യം. നിങ്ങൾക്ക് ആരുമില്ലേ? നിങ്ങളെ കുടുംബം? കുടുംബം അതുമാത്രം ചോദിക്കരുത്. ഒരുമിച്ച് കൂടുമ്പോ ഉണ്ടാകുന്ന ഇമ്പമാണല്ലോ കുടുംബം. അതെന്തോ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പണമുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ അംഗീകാരമുണ്ട് മോളെ. പണമില്ലെങ്കിൽ ആർക്കും വേണ്ടാത്തവൻ. അതാണ് മോളെ ഇവിടുത്തെ നീതി. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അത് ഓർമ്മയിരിക്കട്ടെ. ശരിയാ കാരണവരെ. ഞാനും നിങ്ങളുമൊക്കെ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും വിഷം കലർന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. എങ്ങനെയാ രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കുക? ലക്ഷക്കണക്കിന് ലിറ്റർ ഓയിലും പെട്രോളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കത്തിക്കരിഞ്ഞ് അതിന്റെ പുക ഇതാ ഈ അന്തരീക്ഷത്തിൽ ലയിച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പുതിയ പുതിയ രോഗങ്ങൾ പടർന്നു പിടിക്കുക. രോഗം കാശ് കൊടുത്ത് നമ്മൾ തന്നെ വാങ്ങുക അല്ലേ? കുട്ടി പേടിച്ചോ? പേടിക്കരുത്. ധൈര്യമാണ് വേണ്ടത്. എല്ലാറ്റിനെയും നേരിടാനുള്ള ധൈര്യം. ഇല്ല മുത്തച്ഛാ, നിങ്ങളെ എനിക്ക് ഇഷ്ടായി. ഇവൻ ഉത്തമൻ, നല്ലവനാ. ഇവന്റെ മനസ്സ് ശുദ്ധമാ, കളങ്കമില്ലാത്ത മനസ്സാ. നേരം പോയതറിഞ്ഞില്ല. ഞാൻ ഇറങ്ങട്ടെ. ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഒരു പ്രളയം വന്ന് ഈ ഭൂമിയെ വിഴുങ്ങിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ബാലുവിന്റെ വീട്ടിലേക്ക് പോവാം. അമ്മയുണ്ടെന്നും പൊന്മകനേക തുണയായി നടക്കും വഴിയിൽ വിരിക്കും തണൽ പോൽ മൗനമായൊഴുകുന്ന പുഴ പോലെ സ്നേഹം നീർച്ചോല പോൽ നിറഞ്ഞൊഴുകുന്നു മകനിൽ. അമ്മയുണ്ടെന്നും പൊന്മകനേക തുണയായി
നടക്കും വഴിയിൽ വിരിക്കും തണൽ പോ. ചിറകടിച്ചുയരാൻ കഴിയാത്ത പൈതലിൻ അരികിലിരിക്കുന്നൊരമ്മക്കിളി പോൽ ചിറകടിച്ചുയരാൻ കഴിയാത്ത പൈതലിൻ അരികിലിരിക്കുന്നൊരമ്മക്കിളി പോൽ ആഴ്മുളം കണ്ടായിരിക്കും പൊന്മകനെ പൊന്നോടക്കുഴലാക്കി മാറ്റുന്നൊരമ്മ. ആഴ്മുളം കണ്ടായിരിക്കും പൊന്മകനെ പൊന്നോടക്കുഴലാക്കി മാറ്റുന്നൊരമ്മ. അമ്മയുണ്ടെന്നും പൊന്മകനേക തുണയായി നടക്കും വഴിയിൽ വിരിക്കും തണൽ പോ. ജന്മം മതിയാവുകില്ല എന്നോമനെ നിന്നെ സ്നേഹിച്ചെന്റെ കൊതി തീർത്തിടാനായി. ഈ ജന്മം മതിയാവുകില്ല എന്നോമനെ നിന്നെ സ്നേഹിച്ചെന്റെ കൊതി തീർത്തിടാനായി. അമ്മ തന്നിടനെഞ്ചു പിടയുന്നു മകനെ എന്റെ കാലം കഴിഞ്ഞാൽ കൂട്ടിനാര്. അമ്മ തന്നിടനെഞ്ചു പിടയുന്നു മകനെ എന്റെ കാലം കഴിഞ്ഞാൽ കൂട്ടിനാര്. ഇന്ന് ബാലുവിനെ കാണാൻ ഡോക്ടർ കൂടെ വന്നിട്ടുണ്ട്. ബാലു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ? ശ്വാസം വലിച്ചുവിട്. രണ്ടു നേരമുള്ള മരുന്നല്ലേ കഴിക്കുന്നത്? ഇനി ഇതിലെഴുതിയിരിക്കുന്ന മരുന്ന് മാത്രം കഴിച്ചാൽ മതി കേട്ടോ. ബാലു ഒരു കവിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അല്ല ബാലു, നിന്റെ കവിത മത്സരത്തിന് അയച്ചു കൊടുത്തു എന്ന് കേട്ടല്ലോ. സമ്മാനം കിട്ടിയ ഞങ്ങളെ മറക്കരുത് കേട്ടോ. എന്റെ മോന്റെ വലിയ ആഗ്രഹം ഇത്. ഇപ്പൊ അത് തന്നെ അവന്റെ മനസ്സ് നിറയെ. അങ്ങനെ എല്ലാരും അറിയട്ടെ ബാലു ഒരു കവിയാണെന്ന്. നിങ്ങളെ പോലുള്ളവരുടെ സ്നേഹവും സഹകരണവും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാറേ. നിങ്ങളെല്ലാവരും എന്റെ മോന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ തിരിച്ചു തരാൻ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല. എന്തെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് കരുതിയല്ല ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ബാലുവിന് കൈയും കാലും മാത്രമല്ലേ തളർന്നിട്ടുള്ളൂ. ഒരു കണക്കിന് ബാലു എത്രയോ ഭാഗ്യവാനാണ്. ശരീരം തളർന്ന് മനസ്സ് മരവിച്ച് മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് മരണം മുന്നിൽ കണ്ടുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരുപാട് ആളുകളെ ഞങ്ങൾ ദിവസവും കാണുന്നുണ്ട്. അവർക്കൊക്കെ അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് ഞങ്ങളെപ്പോലുള്ളവരുടെ വാക്കുകളാണ്. സത്യത്തിൽ ഇവരും ഉത്തമനും വരുമ്പോ എന്റെ മോന് എന്ത് സന്തോഷാണെന്നോ. അപ്പോഴാ അവൻ മനസ്സ് തുറന്നൊന്ന് ചിരിക്കുക.
ഉത്തമേട്ടൻ നല്ലവനാ, സ്നേഹമുള്ളവനാ. അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് മാതൃകയാ. കല്യാണ വീടായാലും മരണ വീടായാലും ഉത്തമയുടെ നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ടവനാ. ഉത്തമൻ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാ. എന്റെ മോന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് എന്നും അവനോടുണ്ടാവും. എന്നാ അമ്മേ, ബാലു, ഞങ്ങൾക്ക് ഒരുപാട് വീട്ടിൽ പോകാനുണ്ട്. ഇനി ഞങ്ങൾ വരുന്നത് നിനക്ക് സമ്മാനം കിട്ടിയത് അറിഞ്ഞിട്ടായിരിക്കും. ബാലു, നീ ഒരു കലാകാരനായതുകൊണ്ട് പാലിയേറ്റീവ് പ്രവർത്തകരായ ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? നീ ധൈര്യമായിരിക്കേ, നിനക്കൊരു നല്ല ദിവസം വരും. അന്ന് നീ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാവും, തീർച്ച. ഡോക്ടർ, നിത്യരോഗികളായ പുറം ലോകം കാണാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അവനോട് നിങ്ങൾ കാണിക്കുന്ന ഈ നല്ല മനസ്സിന് ഒരുപാട് ഒരുപാട് പുണ്യം കിട്ടും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. ഇന്നിപ്പോ പോണെന്നൊക്കെ വിചാരിച്ചത്, ഇന്ന് എന്നെ ഇപ്പൊ കൂടി വരാൻ എന്താ വിളിച്ചു? ഓ, ഇജ്ജൊന്ന് വേഗം അങ്ങോട്ട് വാ. നിങ്ങൾ അങ്ങോട്ട് നടന്നോടി മനുഷ്യ. വേഗം വാ. ഇന്ന് നല്ല കാലാവസ്ഥ ആണ് ഉത്സവം. ശരിയാ, ഇന്ന് നല്ല ചൂടും കുറവുണ്ട്. ആ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഉത്സവം. നമ്മക്ക് ഇനി വീട് മാറിപ്പോയോ? വീട് എങ്ങനെയാ മാറിപ്പോകുക? വീട് ഇത് തന്നെയാ. ബാലു, ബാലു. അല്ല, ഇതാരാ? വീരാൻകേം കുൽസുത്താത്തി. നമ്മൾ വിചാരിച്ച് ഇവിടെ ആരും കാണാണ്ടായപ്പോ നമ്മക്ക് വീട് മാറിപ്പോയി. കേറി ഇരിക്ക് വീരാൻക. ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ കൈ നൂറ് നീട്ടിയ കങ്കൂട്ടി എന്തേനി അത് തന്നെ. ആ, എനിക്ക് പെരുത്ത് സന്തോഷായില്ല മോനെ. ഇവിടെ അങ്ങാടിയിലൊക്കെ അന്നെ പറ്റി എന്നാണ് വർത്താനം. അനക്കെന്തോ ആ, അത് തന്നെ അത് തന്നെ കിട്ടിക്കണക്കാ. അത് കേട്ടപ്പോ തുടങ്ങിയതാണ്. ഇവിടെ അവിടെ കിടന്ന് കയറ് പൊട്ടിയത്. നമുക്കൊന്ന് നാടൻ പരപ്പുക, നമുക്കൊന്ന് നാടൻ പരപ്പുക. നമ്മൾ നേരെ അങ്ങോട്ട് പോന്നു. എന്റെ മോന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കുൽസുത്താത്തെ. പാലുന്റെ അമ്മേ, ചതിയും കള്ളത്തിനും ഒന്നും ഇല്ലാത്ത മനസ്സല്ലേ ഓന്റെ മനസ്സ്. അങ്ങനെയുള്ളവർക്ക് പടച്ചോൻ കാവലുണ്ടാവും. മോനെ, അനക്ക് പെരുത്ത് സന്തോഷായില്ലേ? വളരെ സന്തോഷായിക്കാ. ഇജി നന്നാവും മോനെ. എന്നാ കുളിച്ചോ, ഇജി അതാണ്ട് കൊടുത്താള്. എന്നാ മോനെ, എനക്ക് അവാർഡ് കിട്ടിയാലേ ഞമ്മളെ ഒരു ചെറിയ സമ്മാനം. താങ്ക്സ് താ. എന്നാ പിന്നെ നമ്മളങ്ങോട്ട് ഇറങ്ങട്ടെ ബാലുന്റെ അമ്മേ. ചായ കുടിച്ചിട്ട് പോവാ. പോട്ടെ മോനെ. മനസ്സുനന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവകൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സുനന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവകൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ബാലു ഇന്ന് ഈ നാടിന്റെ ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ മലയാളി സമാജം നടത്തിയ കവിത രചനാ മത്സരത്തിൽ ഒട്ടനവധി പ്രഗത്ഭരായ കവികളെയും ഗാനരചയിതാക്കളെയും പിന്നിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല കവിതയ്ക്കുള്ള 1,00,000 രൂപയും പുരസ്കാരവും ഏറ്റുവാങ്ങിയ നമ്മുടെ
തെക്കുമുറി പഞ്ചായത്തിന്റെ കവിയും ഗായകനുമായ ബാലുവിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്യാമള ടീച്ചറെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. പ്രിയമുള്ളവരെ, ബാലു എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ള കുട്ടികളെക്കാൾ അവൻ നല്ല മിടുക്കനാണ്. നന്നായിട്ട് പാടും, നന്നായിട്ട് പഠിക്കും, നല്ലവണ്ണം കവിത എഴുതും. എല്ലാം ദൈവം അവന് കൊടുത്ത കഴിവാണ്. ബാലുവിൻ്റെ കവിതയുടെ വരികൾ അധ്യാപകരായ ഞങ്ങളെപ്പോലും ചിന്തിപ്പിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ബാലുവിൻ്റെ അമ്മ അവനെ പഠിപ്പിക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവൻ്റെ പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അവന് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സാഹചര്യം അതൊരു കാരണമാണ്. കയ്യും കാലും തളർന്ന ബാലുവിനെ അവൻ്റെ അമ്മ തോളിലേറ്റി സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച ഏതൊരു മനുഷ്യൻ്റെയും മനസ്സലിയിക്കുന്നതാണ്. സ്കൂൾ വിട്ട് കുട്ടികൾ ഓടിക്കളിക്കുന്നതും ചാടുന്നതും ഓടുന്നതും ഒക്കെ നോക്കി ബാലു അങ്ങനെ നിൽക്കും. വീട്ടുജോലി കഴിഞ്ഞ് അവൻ്റെ അമ്മ സ്കൂളിലേക്ക് വന്ന് അവനെ കൂട്ടിപ്പോകുന്നത് വരെ അവൻ സ്കൂളിൽ ഒരേ ഇരിപ്പാണ്. അധ്യാപകരായ ഞങ്ങളും അവൻ്റെ കാവൽക്കാരായി ഉണ്ടാവും. ഞാൻ അധികമൊന്നും പറയുന്നില്ല. അടുത്തതായി പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള ചടങ്ങാണ്. പുരസ്കാരം കൊടുക്കുന്നതിനായി മുൻ പ്രസിഡന്റ് അനീഫ ഹാജിയെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ സ്വന്തം ബാലുവിനെയും ഈ സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ബാലു ഒരു പാട്ട് പാടണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ബാലുവിന്റെ മനോഹരമായ ഗാനം, ആ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ബാലുവിനെ ക്ഷണിക്കാം. ടീച്ചറെ, ഈ ഓഡിറ്റോറിയത്തിൽ ഒരു അമ്മാവ് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് വിളിക്കാമോ? ഞാൻ വിളിക്കാട്ടോ. ഈ ഓഡിറ്റോറിയത്തിൽ ബാലുവിനെ അറിയാവുന്ന ഒരു അമ്മാവൻ നിൽക്കുന്നുണ്ട്. ഒന്നീ സ്റ്റേജിലേക്ക് കയറി വരുമോ?
ആർക്കും അറിയില്ല. ഞാൻ എപ്പോഴും ഇരുട്ടിന്റെ മറവിലാ. അത് പോട്ടെ, ഇന്ന് ഈ കുട്ടിയെ ലോകമറിഞ്ഞു. ഇവന്റെ കഴിവിനെ കുറിച്ച് ആർക്കും അറിയില്ല. കാരണം ഇവൻ ജീവിക്കുന്നത് ഇരുട്ടുമുറിയില. പുറലോകം കാണാൻ കഴിയാതെ വാതിലും ജനലുമടച്ച് ഒരിരുട്ടുമുറിയിൽ പുറലോകം ചുറ്റിക്കറങ്ങുന്നു. എന്നെ പോലുള്ളവരെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നവരാണ് ഈ ഭൂമിയിൽ അധിക പേരും. ആരുമില്ലാത്ത പ്രായമായ എന്നെ പോലുള്ളവർക്ക് എത്തിപ്പെടാൻ ഒരു സ്ഥലമുണ്ട് പോലും. വൃദ്ധസദനം. അവിടെ എത്തിപ്പെട്ടു എന്നെയും ആരും കാണില്ല. 4 ഭാഗം ചുമരുള്ള ഒരു ഇരുട്ടുമുറിയിൽ പുറലോകം കാണാൻ കഴിയാതെ ഒരു ദിവസത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കും. വരാനിരിക്കുന്ന ദുരന്തങ്ങളെ നമ്മളെല്ലാവരും ഓർത്താൽ നന്നാ. ഞാനും ഒരു നാൾ യാത്രയാകും ഈ ഭൂമിയിൽ നിന്ന് തന്നെ. കുട്ടി, ഈ ആദരവ് നിന്റെ ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണ്. നിന്നെപ്പോലുള്ളവരോട് ദൈവം കരുണ കാണിക്കും. ദൈവം നിന്റെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാവും. തീർച്ച. എല്ലാ മതങ്ങളും ഇന്നാഹ്വാനം ചെയ്യുന്നു, വൈരികളായി നമ്മൾ മാറരുതേ. എല്ലാ മതങ്ങളും ഇന്നാഹ്വാനം ചെയ്യുന്നു, വൈരികളായി നമ്മൾ മാറരുതേ. എല്ലാ മതങ്ങളും ഇന്നാഹ്വാനം ചെയ്യുന്നു, വൈരികളായി നമ്മൾ മാറരുതേ. പണ്ഡിത ശ്രേഷ്ഠരാം ആരാധ്യർ മൊഴിയുന്നു, അധർമ്മികളായി നമ്മൾ മാറരുതേ. പണ്ഡിത ശ്രേഷ്ഠരാം ആരാധ്യർ മൊഴിയുന്നു, അധർമ്മികളായി നമ്മൾ മാറരുതേ. എല്ലാ മതങ്ങളും ഇന്നാഹ്വാനം ചെയ്യുന്നു, വൈരികളായി
മുസൽമാൻ ക്രിസ്ത്യാനികളാകയും ഓരമ്മതൻ പ്രിയ മക്കളല്ലോ.